രാജ്യത്തെ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കൊരുങ്ങുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. IS അനുകൂല ചില ഭീകര സംഘടനകളുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നത് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. IS അനുകൂല ഭീകര സംഘടനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ദില്ലിക്ക് പുറമെ രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് സംഘം ലക്ഷ്യം വച്ചേക്കുന്നതെന്നും IB മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യതലസ്ഥാനം ആക്രമിക്കാനും ലക്ഷ്യമിടുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ തന്നെ തന്ത്രപ്രധാന മേഖലകൾ, തിരക്കേറിയ സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ, ചരിത്രപ്രധാന സ്ഥലങ്ങൾ, സർക്കാർ മന്ദിരങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കാൻ IB നിർദ്ദേശിച്ചു. നേരത്തെ ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധത്തിന് മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ ആഹ്വാനം നടത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശത്ത് കൂടുതൽ സൈനികരെ വിന്യസിച്ചു. ദില്ലിയിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ദില്ലിയടക്കം രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ദില്ലി വിമാനത്താവളത്തിനു സമീപം 20-അംഗ NSG സംഘം ഏതു സമയവും പുറപ്പെടാൻ സജ്ജരാണ്. നിർദ്ദേശം ലഭിച്ചാൽ 5 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷന് തയ്യാറാവണമെന്നാണ് വ്യോമസേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ പാക് സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ഐക്യരാഷ്ട്രസഭ. ഈ ആവശ്യം തള്ളിയ ഇന്ത്യ പോരാട്ടം പാകിസ്ഥാനെതിരെയല്ല, ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയാണെന്ന് UN ബോധിപ്പിച്ചു. എന്നാൽ അഖ്നൂരിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം ഇന്നും വെടിയുതിർത്തു. ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന പാകിസ്ഥാന്റെ നിലപാടിന് എതിരെ US രംഗത്ത് വന്നു. ഇന്ത്യ അതിർത്തിയിൽ നിന്ന് രാജ്യത്തിനകത്ത് ആക്രമണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയെ പാകിസ്ഥാൻ സമീപിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ മധ്യസ്ഥതയ്ക്ക് UN തയ്യാറാണെന്നും സെക്രട്ടറി ബാൻ കി മൂണും അറിയിച്ചു. ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് പോയേക്കുമോ എന്ന അന്താരാഷ്ട്ര ആശങ്കയ്ക്കിടയിലാണ് ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടാൽ ഇടപെടാമെന്ന് UN വ്യക്തമാക്കിയത്. കാശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ സമാധാനം സൃഷ്ടിക്കാൻ ചർച്ച ആവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. എന്നാൽ UN മധ്യസ്ഥത നിലപാട് ഇന്ത്യ അംഗീകരിച്ചില്ല. ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാനെതിരെയല്ല, പകരം ഭീകര കേന്ദ്രങ്ങൾക്കെതിരെയാണെന്ന് ഐക്യരാഷ്ട്രസഭ മുമ്പാകെ ഇന്ത്യ ബോധിപ്പിച്ചു. അതിനാൽ പാക് പരാതി ദക്ഷിണേഷ്യയിൽ ഒറ്റപ്പെട്ടതിന്റെ പ്രതിഫലനമാണെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്നും അഖ്നൂരിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി. അതീവ ജാഗ്രതയുടെ ഭാഗമായി ഗുജറാത്ത് മുതൽ കാശ്മീർ വരെയുള്ള അതിർത്തിയിൽ കർശന സുരക്ഷയിലാണ്. കരസേനാ മേധാവി ദൽബീർ സിംഗ് നിയന്ത്രണ രേഖയിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. അതേസമയം ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന പാകിസ്ഥാന്റെ വെല്ലുവിളി ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. സാർക്ക് ഉച്ചകോടിയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് പിന്നാലെ മാലിദ്വീപും പിന്മാറി. ഇതോടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉറി ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാക് അധീന കശ്മീരിൽ നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ സുരക്ഷിതമായ അഭയങ്ങൾ തേടി പലായനം തുടങ്ങി. മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അന്തർദേശീയ തലത്തിൽ മൂർധന്യമായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ പലായനം ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാരാമിലിറ്ററി ട്രൂപ്പിന് നേരെ പാക് സേനയുടെ ഭാഗത്തു നിന്ന് വെടിവെയ്പുണ്ടായ സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവയോട് അതീവ ജാഗ്രത തുടരാനും അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് വേഗത്തിലാക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. പഞ്ചാബിലെ 1000-ഓളം അതിർത്തി ഗ്രാമങ്ങളിലെ ഒഴിപ്പിക്കൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഗുർദാസ്പൂരിലെ ചില ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒഴിപ്പിക്കലിനോട് തീരെ സഹകരിക്കുന്നുമില്ല. വിളവെടുപ്പ് കാലമായതിനാൽ കൃഷിയിടം വിട്ടുപോകാനാവില്ലെന്ന നിലപാടിലാണിവർ. അതേസമയം അതിർത്തി ഗ്രാമങ്ങളിലെ പാടങ്ങളിൽ വിളവെടുപ്പ് ഏറ്റെടുക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് പഞ്ചാബ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഗുജറാത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനവും വിലക്കി. കടലിലെ രാജ്യാന്തര അതിർത്തി കടക്കരുതെന്നാണ് തീരസംരക്ഷണ സേനയുടെ മുന്നറിയിപ്പ്. അതേസമയം പ്രദേശവാസികളുടെ പ്രധാനമായിട്ടുള്ള ഭീതി യുദ്ധസന്നാഹത്തിന്റെ മുന്നറിയിപ്പായി പട്ടാള വാഹനങ്ങളും ആയുധം പേരുള്ള കവചിത വാഹനങ്ങളും പട്ടാളക്കാരാലും നിറയപ്പെടുന്ന അതിർത്തിയിലെ ഗ്രാമ റോഡുകളിൽ നിന്നും സുഗമമായ പലായനത്തിന് ഏറെ ബുദ്ധിമുട്ടാണ്. നിലവിലെ സാഹചര്യം സമാനമെങ്കിലും ഏതു നിമിഷവും ഇരുഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്നും ജീവൻ രക്ഷിക്കണമെങ്കിൽ പലായനമല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇന്ത്യൻ അതിർത്തിയിലെ ഗ്രാമവാസികൾക്ക് സുരക്ഷിതമായ താവളമൊരുക്കിയാണ് സേന ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കുന്നത്. UDF സർക്കാരിന്റെ ഭരണകാലത്തെ റേഷൻ മണ്ണെണ്ണ തിരിമറി. സംസ്ഥാനത്തിനുള്ള റേഷൻ മണ്ണെണ്ണ വിഹിതം കേന്ദ്രം വീണ്ടും വെട്ടിക്കുറച്ചു. പ്രതിമാസം ഇനി സംസ്ഥാനത്തെ കാർഡുടമകൾക്ക് ലഭിക്കുക 350 മില്ലി ലിറ്റർ മണ്ണെണ്ണ മാത്രമായിരിക്കും. 2012-13 വർഷത്തിൽ 30,300 കിലോ ലിറ്റർ മണ്ണെണ്ണ
അന്നത്തെ UDF സർക്കാർ മത്സ്യബന്ധന ബോട്ടുകൾക്ക് വകമാറ്റി മറിച്ചു വിറ്റതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. മറിച്ചു നൽകിയതിന്റെ 25%മായ 7584 കിലോ ലിറ്റർ വെട്ടിക്കുറച്ച് 22,464 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് കഴിഞ്ഞ വർഷം നൽകിയത്. അടുത്ത വിഹിതത്തിൽ നിന്നും ബാക്കി 75% മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറയ്ക്കുമെന്ന് 2014 ഡിസംബർ 31 ഉത്തരവിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം മുതൽ മണ്ണെണ്ണ വിഹിതം വീണ്ടും വെട്ടിക്കുറച്ചത്. ഓൾ ഇന്ത്യ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ. കേന്ദ്രത്തിന് അപേക്ഷ നൽകിയാൽ എത്ര മണ്ണെണ്ണ വേണമെങ്കിലും മത്സ്യബന്ധന ബോട്ടുകൾക്ക് നൽകാമെന്ന് കേന്ദ്രം പലതവണ നിർദ്ദേശം നൽകിയതാണ്. അന്നത്തെ UDF ഗവൺമെന്റ് അതിനനുസരിച്ച് അപേക്ഷ നൽകാൻ തയ്യാറാകുന്നതിനാലാണ് അന്നത്തെ ഗവൺമെന്റ് ചെയ്ത പാപഭാരം ഇപ്പോൾ ഈ ഗവൺമെന്റ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ 3 മാസത്തേക്ക് 16,080 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് ലഭിക്കുക. 9,660 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് വെട്ടിക്കുറച്ചത്. പ്രതിമാസ വിഹിതം 5,360 കിലോ ലിറ്റർ മാത്രമായി വെട്ടിക്കുറയ്ക്കപ്പെട്ടതോടെ കാർഡ് ഉടമകൾക്ക് 350 മില്ലി ലിറ്റർ മണ്ണെണ്ണ മാത്രമായിരിക്കും ഇനി ലഭിക്കുക. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഗവർണർ P. സദാശിവം അഭ്യർത്ഥിച്ചു. ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടവരാണ് അഭിഭാഷകർ. കോടതിക്കുള്ളിലെ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം ജനങ്ങളുടെ അറിയാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുവിഭാഗങ്ങളുടെയും സേവനം സമൂഹത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിക്ക് പിന്തുണ നൽകുന്നത് മുംബൈ കേന്ദ്രീകരിച്ചുള്ള ലഹരിമരുന്ന് മാഫിയ സംഘമാണെന്ന് ഗോവിന്ദചാമിയുടെ അഭിഭാഷകൻ BA ആളൂരിന്റെ വെളിപ്പെടുത്തൽ. സംഘത്തിന്റെ പല കേസുകളും താനാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും ആളൂർ. എന്നാൽ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനിരിക്കെ കേസ് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം അഭിഭാഷകൻ നടത്തുന്നത് എന്ന് സൗമ്യയുടെ അമ്മ സുമതി ആരോപിച്ചു. ട്രെയിനിലെ മോഷണ ലഹരിമരുന്ന് കടത്ത് സംഘത്തിലെ അംഗമാണ് ഗോവിന്ദചാമി എന്നാണ് ഇയാളുടെ അഭിഭാഷകൻ BA ആളൂരിന്റെ വെളിപ്പെടുത്തൽ. മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് സൗമ്യ കേസിന്റെ വിചാരണക്കിടെ ഗോവിന്ദചാമിക്ക് പിന്തുണയുമായി എത്തിയത്. ഗോവിന്ദചാമി ട്രെയിനിൽ കളവ് മാത്രമല്ല, ഈ പറയുന്ന പോലെ മയക്കമരുന്ന് അങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുന്നു. അങ്ങനെ മയക്കമരുന്നുമായി ബന്ധപ്പെടുന്ന പലരും ബോംബെയിലുമായിട്ടും തമിഴ്നാട്ടിലുമായിട്ടും പലരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കേസേൽപ്പിച്ച പനവേലിലെ ഒരു സംഘം എന്നോട് പറഞ്ഞിരുന്നു, അതിൽ തമിഴും കർണാടകവും കേരളത്തിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്, വക്കീലിനെ ഹാജരാകാൻ സാധിക്കുമോ? പക്ഷേ കേസ് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു, മറ്റു പല കേസുകളെ പോലെ തന്നെ ആരാണ് ഈ കേസിന്റെ പിന്നിൽ എന്നുള്ള കാര്യം ആരോടും പറയരുത് എന്നുള്ള ഒരു സംഗതി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മോഷ്ടാക്കളും മയക്കുമരുന്ന് ലോബിയുമാണ് വക്കാലത്തുമായി എത്തിയത്. ആവശ്യപ്പെട്ട പണം പ്രതിഫലമായി നൽകിയെന്നും അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞു. സൗമ്യവരത്തിന് പുറമെ സംഘത്തിനായി മറ്റു പല കേസുകളും നിലവിൽ നടത്തുന്നുണ്ട് എന്നും വെളിപ്പെടുത്തലുണ്ട്. എന്നാൽ വധശിക്ഷ റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധന ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ പ്രതിഭാഗം അഭിഭാഷകൻ നടത്തിയ വെളിപ്പെടുത്തൽ കേസ് അട്ടിമറിക്കാനാണെന്ന് സൗമ്യയുടെ അമ്മ സുമതി ആരോപിച്ചു. അതേസമയം സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് ഫോറൻസിക് വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ ഷേർലി വാസുവിനോട് നേരിട്ട് ഹാജരാകാൻ തൃശൂർ CJM കോടതി ഉത്തരവിട്ടു. ഫോറൻസിക് അസോസിയേറ്റ് പ്രൊഫസർ ഉന്മേഷ് നൽകിയ മാനനഷ്ട കേസിലാണ് നടപടി. കേസിന്റെ വിചാരണക്കിടെ താനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന ഉന്മേഷിന്റെ വാദത്തിനെതിരെ ഷേർലി വാസു പ്രതികരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പീഡിപ്പിച്ചുവെന്ന സരിത S. നായരുടെ പരാതിയിൽ പുനരന്വേഷണം നടത്തും. ക്രൈംബ്രാഞ്ച് IG-ക്കാണ് അന്വേഷണ ചുമതല. 2014 സരിത നൽകിയ പരാതി മുൻ സർക്കാർ മരവിപ്പിച്ചിരുന്നു. മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും ശാരീരികമായും മാനസികമായും തന്നെ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി 2014 സരിത നായർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ UDF സർക്കാർ തയ്യാറായിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ പശ്ചാത്തലത്തിലാണ് സരിത വീണ്ടും പരാതി നൽകിയത്. സംസ്ഥാനത്ത് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് തന്നെ ചൂഷണത്തിന് വിധേയയാക്കി എന്നാണ് പരാതി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മകൻ ചാണ്ടി ഉമ്മൻ, മുൻ കേന്ദ്രമന്ത്രിമാരായ KC വേണുഗോപാൽ, SS പഴനിമാണിക്യം, മുൻ മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, അടൂർ പ്രകാശ്, AP അനിൽകുമാർ, ഹൈബി ഈഡൻ, PC വിശ്വനാഥ്, ജോസ് കെ മാണി, AP അബ്ദുള്ളക്കുട്ടി തുടങ്ങി 18ഓളം പേർ തന്നെ ചൂഷണം ചെയ്തുവെന്നാണ് സരിത പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി 2,16 ലക്ഷം രൂപയും ആര്യാടൻ മുഹമ്മദ് 25 ലക്ഷം രൂപയും കൈപ്പറ്റിയതായും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF സർക്കാരിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചില്ലെന്നും പുതിയ അന്വേഷണത്തിലൂടെ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സരിത നായർ പറഞ്ഞു. അന്വേഷണം ആളിലേക്ക് എത്തിപ്പെടും, അവർ പ്രതിയാകും എന്നുള്ള ഘട്ടം വരുമ്പോൾ അന്വേഷണം മരവിപ്പിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ഞാൻ അനുഭവിച്ചു പോന്നിട്ടുള്ളത്. നമുക്ക് പറയാവുന്നതിന്റെ മാക്സിമം നമ്മളിൽ നിന്ന് കളക്ട് ചെയ്തതിനു ശേഷം അന്വേഷണം എങ്ങും എത്താതെ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ എന്തായാലും ഇനി ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ പുതിയ തെളിവുകൾ ഹാജരാക്കുമെന്നും സരിത വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കനത്ത ജാഗ്രതയിൽ കേരള തീരവും. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 593 കിലോമീറ്ററോളം വരുന്ന കേരള തീരത്തും സുരക്ഷ ശക്തമാക്കി. നാവികസേന കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്ത് ചേർന്ന വിവിധ സുരക്ഷാ ഏജൻസികളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. 8 തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ കോസ്റ്റൽ പോലീസിന്റെ രാത്രികാല ബോട്ട് പെട്രോളിംഗ് ശക്തമാക്കും. സുരക്ഷ വിലയിരുത്തുന്നതിനായി 9 കടലോര ജില്ലകളിലും മാസത്തിലൊരിക്കൽ കടലോര ജാഗ്രതാ സമിതി യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിർത്തി സംഘർഷങ്ങളുടെ പ്രത്യേകിച്ച് പാക് അധീന കാശ്മീരിൽ കടന്ന് ഇന്ത്യ തിരിച്ചടിച്ച പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഏതു വിധത്തിലും തിരിച്ചടിയുണ്ടായേക്കാം എന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് രാജ്യത്താകമാനം കേന്ദ്രം കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കേരള തീരത്തെ സുരക്ഷ വിലയിരുത്തുന്നതിനായി കൊച്ചി നാവിക ആസ്ഥാനത്ത് നാവികസേനയുടെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സംയുക്ത യോഗം ചേർന്നത്. നാവികസേന ഓഫീസർ ഇൻചാർജ് ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡ്, കേരള കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ്, ഇന്റലിജൻസ് ബ്യൂറോ, ഇമിഗ്രേഷൻ, കസ്റ്റംസ്, ഫിഷറീസ്, കൊച്ചിൻ തുറമുഖ ട്രസ്റ്റ്, സംസ്ഥാന സർക്കാർ എന്നീ വകുപ്പുകളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു. 593 കിലോമീറ്ററോളം വരുന്ന കേരള തീരത്ത് നിരന്തരമായി നിരീക്ഷണം നടത്താനും സുരക്ഷ ശക്തമാക്കാനും തീരുമാനിച്ചു. കേരള തീരത്ത് അതീവ ജാഗ്രത പുലർത്താനാണ് എല്ലാ സുരക്ഷാ ഏജൻസികളുടെയും തീരുമാനം. ഓരോ വകുപ്പിന്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് അഭിപ്രായം മാനിച്ച് ഏറ്റവും കെട്ടുറപ്പുള്ള സുരക്ഷാ സംവിധാനമാകണം കേരള തീരത്ത് ഒരുക്കേണ്ടതെന്ന് യോഗം വിലയിരുത്തി. 8 തീരദേശ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോസ്റ്റൽ പോലീസിന്റെ രാത്രികാല ബോട്ട് പെട്രോളിംഗുകൾ കൂടുതൽ ശക്തമാക്കും. തീരദേശ സുരക്ഷ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി മാസത്തിലൊരിക്കലെങ്കിലും 9 കടലോര ജില്ലകളിലും കടലോര ജാഗ്രതാ സമിതി യോഗം ചേരും. തീരദേശവാസികളെയും ഈ യോഗത്തിൽ ഉൾപ്പെടുത്തി സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ അത് യഥാവിധി മുകളിലേക്ക് അറിയിക്കുവാനുള്ള സംവിധാനവും ഉണ്ടാകും. അതാത് ജില്ലാ കളക്ടറേറ്റുകളിലാവും കടലോര ജാഗ്രതാ സമിതി യോഗം ചേർന്ന സുരക്ഷ വിലയിരുത്തുക. അലക്സ്, രാം മുഹമ്മദ്, കൊച്ചി.